അങ്ങനെ തേങ്ങ മാങ്ങ ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ രാത്രിയിലത്തെ കഞ്ഞിക്ക്. അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പൂവങ്കോലയാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ അത് പഴുത്തു. അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇനി അതിൻ്റെ പടലെ ഒന്ന് അടർത്തി എന്നെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഞാൻ ചമ്മന്തിക്ക് വേണ്ടി തേങ്ങേനെ പൊതിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ പീസായിട്ട് കൊത്തി കൊത്തി എടുക്കുകയാണ്. മാങ്ങയും തേങ്ങയും ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. നാടൻ മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ കഞ്ഞിക്ക് കുടിക്കുമ്പോൾ രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകണമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറിയൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബിരിയാണി മേടിച്ചു പുറത്തുനിന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് അമ്മയ്ക്ക് പൊതുവേ അങ്ങനെ ബിരിയാണിയോടൊന്നും അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഇപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓക്കെയാണ്, അമ്മ കഴിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ രാത്രി ഇനി കഞ്ഞി മതി, നമ്മുടെ സാധാ ചോറ് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാങ്ങ സീസൺ വരുമ്പോൾ മാങ്ങ സീസൺ എന്നല്ല, മാങ്ങ സീസൺ ആയി എന്നറിയുമ്പോൾ ഒരു തേങ്ങ ചമ്മന്തി കഴിക്കാൻ ഒരു മോഹമുണ്ട്. ഇതുപോലെ തന്നെ ഒരു ദിവസം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു മുട്ടയും നമ്മുടെ കോഴിമുട്ട എടുത്തൊന്ന് പൊരിക്കുക, പിന്നെന്താ ചമ്മന്തി ഉണ്ടാക്കാം, അങ്ങനെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയും മാങ്ങയും നല്ല നാടൻ മുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാണ്. പിന്നെ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ പ്രോപ്പറായിട്ട് സ്റ്റീവിന് കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടിരിക്കായിരുന്നല്ലോ. പിന്നെ അതിനുശേഷം അവന് ഈ വയ്യായിക തുടങ്ങണേക്കാൾ മുമ്പ് തുടങ്ങി അവന് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷമാണെങ്കിലും അവന് എപ്പോഴും എന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെതായ കാര്യങ്ങളോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ടൈം ഗ്യാപ്പ് കിട്ടണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ഇത് സ്ലോ ആക്കിയതാണ്. കാരണം കുറേ നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമല്ലോ. കുറേ നേരമൊക്കെ ഞാൻ TV ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന നേരത്ത്. ഗ്രേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗ്രേസ് ഇല്ലാത്ത സമയത്താണെങ്കിലും അവന് TV വെച്ച് കൊടുക്കും. കുറച്ച് നേരം നമ്മൾ അവൻ്റെ കൂടെ കളിക്കും. അപ്പോൾ കുറേ അധികം നേരം നമ്മളങ്ങനെ TV വെച്ച് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ്റെ അടുത്തായിരുന്നു ഇത്ര ദിവസം. അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തൊന്നുമില്ലായിരുന്നു. പിന്നെ സനയുടെ ഒരു റിയൽ ലൈഫിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യണേട്ടാ. അപ്പം അങ്ങനെ ഞാൻ കോഴിമുട്ടയിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ, സവോളയോ പച്ചമുളകോ ഒന്നും ഇടണില്ല. ഇങ്ങനെയാണ് അമ്മയ്ക്ക് ഇഷ്ടം കൂടുതൽ. പിന്നെ എനിക്കൊക്കെ സവോള ഇടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും, എളുപ്പപ്പണിയിൽ പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ കഞ്ഞി ഒക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് എന്താ അമ്മ കഴിക്കണത് കാണിക്കാത്തതെന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കാനും പറ്റാത്തൊരു കണ്ടീഷനും കൂടി ഉണ്ട് അമ്മയുടെ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയി. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെന്താ അവിടെ നല്ല രീതിയിൽ ഇല പതിവ് പോലെ കൊഴിയുന്നുണ്ട്. എന്തായാലും അടിച്ച് വാരി വൃത്തിയാക്കിയാൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും സംഭവം വീണ്ടും തിരിച്ചു വരും. എന്നാലും ഒന്ന് അടിച്ചു വാരണം, എന്നാലും ഒരു മാനസിക ഒരു സംതൃപ്തി കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടി മാത്രം അങ്ങനെ സ്റ്റീവൻ ഗ്രേസ് ഒക്കെ എഴുന്നേറ്റിട്ട് സ്റ്റീവിനുള്ള പാല് ഞാൻ ഒന്ന് ചൂടാറ്റി എടുക്കുകയാണ്. ഗ്രേസ് ഇങ്ങനെയൊക്കെ ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം എന്തായാലും പഴം ഉണ്ടല്ലോ, പഴമുള്ള സ്ഥിതിക്ക് നമുക്ക് പുട്ടാക്കാം. അപ്പോൾ എളുപ്പപ്പണിക്ക് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് കേട്ടോ പുട്ടിനുള്ളതൊന്ന് റെഡിയാക്കി സെറ്റാക്കിയത്. അപ്പം അങ്ങനെ ചായയൊക്കെ വെച്ചു. അപ്പോൾ പുട്ടും പഴവും ചായയും കൂട്ടി കഴിക്കാൻ പോണത് കഴിഞ്ഞിട്ട് അമ്മേനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വേഗം പണികളൊക്കെ തീർക്കണം. എന്നിട്ട് പണികൾ പ്രത്യേകിച്ചും തീർക്കണില്ല, അമ്മേനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി കറി വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പം ഇനി ആദ്യം മുറ്റടിച്ച് വൃത്തിയാക്കാം. അപ്പം അങ്ങനെ അമ്മേനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റാനായിട്ട് അമ്മേനെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി സണ്ണിയേട്ടൻ വന്നിട്ട് വേണം ബാത്റൂമിൽ നിന്ന് അമ്മേനെ ഇറക്കാൻ വേണ്ടി. എപ്പോഴും അമ്മേനെ ബാത്റൂമിലൊന്നും കൊണ്ടുപോയി കുളിപ്പിക്കില്ല കേട്ടോ.
റൂമിൽ തന്നെയായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം അമ്മയുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് എപ്പോഴും അമ്മേനെ പൊക്കിയെടുത്ത് വീൽ ചെയറിൽ കയറ്റാന്ന് പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ദേ അമ്മയുടെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് കുറേ പണികളുണ്ട്, വേഗം വേഗം ചെയ്ത് തീർക്കണം. അപ്പം ഇനി അമ്മയുടെ കണ്ണാടിയിൽ കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ സൈസായിട്ടൊന്നും അമ്മ കാണുന്നില്ലല്ലോ, ജസ്റ്റ് ഫേസൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് കാണുന്നത് ഇപ്പോഴൊക്കെയാണ്. റിയൽ വോയിസ് കേൾപ്പിക്കാൻ പറ്റാത്തത്. അവിടെ TV വെച്ചിട്ടുണ്ട് സ്റ്റീവനും ഗ്രേസിനും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ റിയൽ വോയിസ് ഇങ്ങനെ കേൾപ്പിക്കാണ്ടിരിക്കണേ. അപ്പം അമ്മേനെ ഇങ്ങനെ സുന്ദരിയായല്ലോ, വയസ്സായോ എന്നൊക്കെ ചോദിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തേരി പോവാണ്. ഒന്ന് പുറത്തേക്കൊക്കെ ഇറക്കി കുറച്ച് നേരം പുറത്തേക്ക് ഇരുന്ന് പിള്ളേരുടെ കൂടെ ഒക്കെ ഒന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങണില്ലല്ലോ. എപ്പോഴും അമ്മേനെ അങ്ങനെ വീൽ ചെയർമേ എടുത്ത് കയറ്റി ഇരുത്തുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അമ്മേനെ എപ്പോഴും നമ്മൾ പുറത്തിറക്കാത്തതും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ പണ്ട് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറേ പേര് പറയാറുണ്ട് അമ്മേനൊക്കെ ഒന്ന് പുറത്തിറക്കിക്കൂടെ എന്നൊക്കെ. പക്ഷെ നമ്മൾ അമ്മയുടെയും ബോഡി കണ്ടീഷനും അമ്മയുടെ അസ്വസ്ഥതകളൊക്കെ നമ്മളും പരിഗണിക്കണമല്ലോ. അപ്പം അതുകൊണ്ടാണ് മാക്സിമം എന്തെങ്കിലും ഇപ്പോൾ കുളിപ്പിക്കുക, പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണെങ്കിൽ പോലും ചില പരിപാടികൾക്കൊന്നും അമ്മ പറയും ഞാൻ വരണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് അമ്മേനെ അങ്ങനെ പുറത്തിറക്കാത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് വേണം അമ്മേനെ അകത്തേക്ക് കയറ്റാൻ. അപ്പോൾ അവരവിടെ പുറത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വേഗം അടുക്കളയ്ക്ക് ഓടി വന്നു. ഇന്ന് മാങ്ങക്കറി വയ്ക്കണേ. മാങ്ങക്കറി ഞങ്ങൾക്ക് നോയമ്പെടുത്തിട്ടില്ല. അപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നാണെങ്കിൽ നുറുക്കാണ്ടാണ് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇനി ബീഫ് നുറുക്കൊക്കെ വേണം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഞാനിപ്പോൾ കൊത്തിയെടുക്കണ കാരണം പെട്ടെന്ന് പണി തീരുന്നുണ്ട്. തേങ്ങ കൊത്തിയെടുക്കണ കാരണം. അപ്പം അങ്ങനെ രണ്ടാമത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ മാങ്ങക്കറി ഒന്ന് റെഡിയാക്കാണ്. കുറേ പേര് പറഞ്ഞായിരുന്നു മടുത്തു കണ്ട് മാങ്ങക്കറി. ഞാനതുകൊണ്ട് കാണിക്കണില്ല മാങ്ങക്കറി നമ്മൾ അത്രയും ഫേവറേറ്റ് ആണ് മാങ്ങക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ബീഫിൽ ഞാനിന്ന് കൊള്ളിക്കിഴങ്ങിട്ട് വെക്കാമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ. നമ്മുടെ കപ്പ ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ വെക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ വെക്കാറില്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ട് മുമ്പ് നമ്മൾ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കും ബീഫിൽ. കായ, ഇങ്ങനെ കൊള്ളിക്കിഴങ്ങ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് കൊള്ളിക്കിഴങ്ങ് മേടിച്ച് വെച്ചിട്ട് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്തായാലും കുറച്ചെടുത്ത് വേഗം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കറിയാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സനയാനും ഗ്രേസ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റെയിൽ ലൈഫിൽ സനയുടെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ അപ്പയും മോളുടെയും ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അവരിവിടെ പുറത്തിരുന്ന് നല്ല വർത്തമാനത്തിലാണ്. സ്റ്റീവിൻ്റെ വയ്യായ്കൊക്കെ ഏകദേശം മാറി, ആൻറ്റിബയോട്ടിക് ഒക്കെ തീർന്നു. എന്നാലും അവൻ ആ ഒരു പണ്ടത്തെ ഒരു എനർജി അങ്ങോട്ട് പ്രാപിച്ചിട്ടില്ല. ആദ്യം കണ്ണിൽ കുരു അങ്ങനെ വന്നു, പിന്നെ ചുമ പോലെ വന്നു. അത് എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ നല്ല രീതിയിലൊന്ന് വിസിലടുപ്പിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. പിന്നെ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് കൊള്ളിക്കിഴങ്ങ് വേവിക്കണത്. അപ്പോൾ അതിനു മുമ്പ് ഈ ഇറച്ചി വേവണ ഗ്യാപ്പിൽ നമുക്ക് വേഗം കൊള്ളിക്കിഴങ്ങ് നന്നാക്കി എടുക്കണം. പിന്നെ നമ്മുടെ മാങ്ങക്കറി ആണെങ്കിലും ഒന്നാമത്തെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി കറി ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത് ഫുൾ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഇടണമെന്നില്ല, ഇത്രയും വേണ്ട. കാരണം ജസ്റ്റ് ആ ഒരു ഇറച്ചിയുടെ കൂട്ടത്തിൽ കൂടെ പോകാനുള്ളത് മാത്രം മതി. കുറേ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊള്ളിക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ കുക്കറിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യണില്ല. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തോടെ മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് അമ്മയൊക്കെ കണ്ടേക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഊറ്റി കളയണമെന്നാണ് പറയുക. ഞാനങ്ങനെ ചെയ്യണില്ല. അങ്ങനെ അത് നമ്മുടെ മാങ്ങക്കറിയിൽ ചെറിയുള്ളിയൊക്കെ താളിച്ച് ഇട്ടു, കുറച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച്. നമ്മുടെ ബീഫും അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. എന്നാലും കുറച്ച് വേവും കൂടി അങ്ങനെ ഒരു ബാക്കി വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ ഞാൻ കൊള്ളിക്കിഴങ്ങിനെ ചെറിയ ചെറിയ പീസായിട്ട്
കൊത്തി ഇട്ടു. അതിൽ പകുതി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ബീഫിൽ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു അതിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം ഇനി ഒരു വിസിലും കൂടി കളഞ്ഞാൽ വെന്ത് ഒന്ന് റെഡി ആയിക്കോളും. അപ്പം അതിലേക്ക് ആ ഒരു ഗ്യാപ്പിൽ അതിലേക്കുള്ള സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അങ്ങനെ വെന്ത് ഞാൻ കുക്കർ മാറ്റി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇടുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ കൂടുതൽ ഫീൽ ചെയ്യുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഇത്രയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫിനെയും ആ കൊള്ളിക്കിഴങ്ങും കൂടിയുള്ള ഒരു മിക്സ് കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി അങ്ങനെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടാ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കി വിശേഷം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. മാക്സിമം പറ്റണ പോലെയൊക്കെ വീഡിയോ വേഗം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.